ഏതിനാ അതിന്റെ സ്റ്റാർട്ടിങ് നമ്പറിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് സ്റ്റാർട്ടിങ് രണ്ട് ഡിജിറ്റ് ഇവിടെ ഒന്ന് ഇടാവോ ഏതാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാ. എന്റേതാണോ ശ്രീയുടേതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാ. വിളിച്ചാൽ കിട്ടും, രണ്ടായാലും അവൻ്റേതായാലും വിളിച്ചാൽ കിട്ടും, എന്റേതായാലും വിളിച്ചാൽ കിട്ടും. എന്റേത് വിളിച്ചാൽ കിട്ടണമെങ്കിൽ ഇത്തിരി പണിയായിരിക്കും. ഞാൻ സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പർ ആയതുകൊണ്ട് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. കുഴപ്പമില്ല, വിളിച്ചാൽ കിട്ടാം. ഇപ്പോൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ, നോക്കിയിട്ട് ജസ്റ്റ് പറഞ്ഞോളൂ. സുഖമെന്ന് പറയേണ്ടത് നമ്മുടെ ഇഞ്ചി. എല്ലാവരും പോയോ? ശ്രീജ ചേച്ചി പോയെന്ന് പറഞ്ഞു. ഉഷ ചേച്ചി പോയതും ബ്രൗൺ ചേച്ചിയൊക്കെ പോയോ? രഞ്ജിത്ത്, ഞാൻ അങ്ങനെയാണ്. ID വെച്ചിട്ട് കാര്യമില്ല, കൂട്ടുകൊടുക്കണം. ചെറിയ ചാനൽ വളർന്ന് വരുന്നത് നമുക്ക് സന്തോഷമല്ലേ? ഒരുപാട് സന്തോഷം. ഉഷ ചേച്ചി ഒരു ചേച്ചി ഒരു ചേച്ചിക്ക് മുകളിൽ വരണം എന്ന് പറഞ്ഞു പോയിട്ട് പറഞ്ഞു പോയിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി. അഗ്നിക്കുട്ടി അഗ്നിക്കുട്ടി എന്ന് വെച്ച് വിളിച്ചത് വാട്സപ്പിലിട്ട് മെസ്സേജ് ഇടുന്നത്. അതെ കിങ് എന്ന് പറയുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കിങ്ജി. കിങ്ജിയുടെ വീട്ടെവിടാ? പറ വരാനെന്ന്. ഞാൻ പറഞ്ഞുതരാം ചേച്ചീനോട്. എനിക്കിനിയിപ്പം അവിടെ വാട്സപ്പിൽ കയറിയിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഇതിലേക്ക് എത്തുമ്പം ഓരോ ചാനലുകാർക്കും നമ്മളെ കൊണ്ട് ഏത് രീതിയിലാണ് ഉപകാരപ്പെടുന്നത് എന്ന് ആ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള വിശ്വാസം വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ട വാക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് നമ്മള് ഭയങ്കരമായിട്ട് തകർന്നു പോകും. ഞാൻ ശരിക്കും ഇതില് എല്ലാവർക്കും ഇപ്പൊ ഞാൻ ബ്ലൂ കൊടുക്കുന്നില്ലേ, ഇതുപോലെ ഞാൻ ഐഡിക്കും ചാനലിനും ഒക്കെ ബ്ലൂ കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നേ. ഒരു ദിവസം എനിക്ക് കിട്ടിയത് 19ഓളം ചാനലിനെ ഇതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട്, ആരാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. ആര് ചെയ്താലും വളരെയേറെ വലിയൊരു ഉപകാരം ചെയ്തു തന്നു. 19ഓളം ചാനലിനെ എനിക്ക് അതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ച് തന്നു. പിന്നെ കുറെ ചാറ്റ് ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വേർഡ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഹാഷ്ടാഗ് ഒന്നും മര്യാദയ്ക്ക് കിട്ടുമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയി. അതിനുശേഷം ഈ ചാനലില് നമ്മൾ എത്ര ഇതാക്കിയിരുന്നാലും മറ്റു ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എവിടെയെന്ന് വെച്ചാല് ഇതുപോലെ വായിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ കമന്റ് ഇട്ടുകൊണ്ടിരുന്നൊരു ഇത്രയും ഭയങ്കര ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു രീതിയിൽ എല്ലാവരെയും കണ്ണ് തള്ളിച്ചുകൊണ്ട് പോയൊരു ലൈവായിരുന്നു അത്. പെട്ടെന്നാണ് ഒറ്റയടിക്ക് ഇതുപോലെ ഹായ് തീർന്നത്. ഇങ്ങനെ പോയാലും ഒരു 70-80 ലൈക്ക് ഇല്ലാതെ പോയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ചാനൽ. ഇന്നിങ്ങനെ ഇപ്പോഴും ഞാൻ പറയുന്നു, ശ്രീ, ഞാൻ ശ്രീ എന്ന് വിളിക്കുന്നത് നിങ്ങളെല്ലാം കൊല്ലം എന്ന് വിളിക്കുന്ന അവനാണ്. അവൻ ഇവിടെ ഇതുപോലെ എനിക്ക് കട്ടയ്ക്ക് അതുപോലെ സപ്പോർട്ട് നിന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പോകുന്നത്. അത് വേറൊരു സത്യാവസ്ഥ. അതേന്ന് പറയണ്ട് ശ്രീ. അല്ലാതെ ഐഡികൾ വെച്ചിട്ട് മറ്റുള്ളവരെ പോലെ അവർക്ക് പ്രധാനപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിട്ട് ആ ചാനൽ മാത്രം മുന്നോട്ട് നയിക്കുന്ന ശീലം എനിക്കില്ല. എല്ലാവരോടും എനിക്ക് ഒരുപോലെ തന്നെ ഒരുപാട് സ്നേഹം കിഞ്ചി. എന്നെ പോലെ തന്നെ നീ അപ്പോ അല്ലേ? അതെ, ശ്രീയെ പോലെ തന്നെയാണ്
അവന് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ കാണുമ്പോഴാണ് ശരിക്കും